ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ അമ്പലത്തിൽ പൂരമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മയുടെ അടുക്കളയിൽ രാവിലെ പായസമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും തേങ്ങാ ചട്നിയാണ്. ഇവിടെ അമ്പലമൊക്കെ പൂരത്തിന് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ കരിവേല വേഷം കെട്ടിയിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കൂടെ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് വരും. അപ്പോൾ ഇവിടെ അച്ഛന് പായസമൊക്കെ ആയിട്ടുണ്ട്. പായസവും അപ്പമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ദേവിക്ക് നേദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നേദിക്കാണതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇടിച്ച് പിഴിഞ്ഞ പായസമാണ് കേട്ടോ വയ്ക്കുക. തേങ്ങാപ്പാലും ഒഴിച്ച പായസമാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് പൂരത്തിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കരിവേല വേഷം കെട്ടിയ കുട്ടികൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അവിടെ കുറേ കുട്ടികളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയതിനു ശേഷം അമ്മ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉരുളിയിലാണ് ചിക്കൻ വെക്കാറല്ല. അത് ദിവസങ്ങൾ സാധാ പാത്രത്തിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ അതവിടെ ചിക്കനൊക്കെ ആയിട്ട് അതേ ഉരുളി തന്നെ കേട്ടോ നമ്മൾ റൈസും വെക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ നീച്ചിട്ട് അവർക്കൊക്കെ രാവിലത്തെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയന് ലീവിന് എത്തിയിട്ടുണ്ട്. അവൻ ഇന്നലെ കേട്ടോ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ്. അങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഞങ്ങളോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരു ചേച്ചി ഒരു ഏട്ടനാണ് കേട്ടോ. അപ്പോൾ അവർ വീട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട് കാണാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തേക്ക് തൊഴുകാൻ വന്ന സമയത്ത് ഇതുവരെ കയറിയെന്നേ ഉള്ളവർ. അങ്ങനെ റൈസൊക്കെ ആയിട്ടുണ്ട് ഇവിടെ തന്നെ. അപ്പം അമ്മ എന്നോട് ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞതാണ് കേട്ടോ. എങ്ങനെ പാകം നോക്കാൻ പറഞ്ഞതാണ് എന്നോട്. പിന്നെ ഞങ്ങളൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആളെ എല്ലാ വർഷവും പൂരമായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന ആളാണ്. അങ്ങനത്തെ ഉച്ചയായി ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സലാഡും ഉണ്ട് കേട്ടോ. ചിക്കനും റൈസും സലാഡുമാണ് ഉണ്ടാക്കിയത് അമ്മ. പിന്നെ അപ്പവും പായസവും ഉണ്ട് കേട്ടോ രാവിലെ വെച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇവരൊക്കെയാണ് കേട്ടോ ഇരുന്നത്. കുട്ടികളും അച്ഛനൊക്കെയാണ് ഇരുന്നത്. അമ്മി ഞാൻ എനിക്കും പിന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ സമയത്തേക്ക് കേട്ടോ ഒരാളിങ്ങനെ കൈ നോക്കാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു തത്തമ്മേനെയും കൊണ്ട്. അപ്പോൾ അങ്ങനെ അനിയനും അമ്മയൊക്കെ കൈ നോക്കുകയാണ്. അപ്പോൾ ഇത് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം കൊടുത്തു ഞങ്ങൾ. ഞാൻ തത്തമ്മയ്ക്ക് പഴം കൊടുത്തപ്പോൾ തത്തമ്മ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ആര് കൊടുത്താലും കഴിക്കില്ല, ഞാൻ കൊടുത്താൽ മാത്രമേ കഴിക്കൂ പറഞ്ഞിട്ട് അവരായിട്ട് അത് കൊടുക്കണത്. പിന്നെ ഞങ്ങളിതാ മോരും വെള്ളം കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കിയ അമ്മ. അതിവിടെ എല്ലാ വർഷങ്ങളും കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പടിക്കൽ കൂടെയാണ് ഒരു വേലയുടെ മറ്റേ വിലമ്പലും അങ്ങനെ പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള വേല നമ്മുടെ പടിക്കൽ കൂടെയാണ് കേട്ടോ പോവാറ്. വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് പോവാറ്. അപ്പോൾ അവർക്ക് നമ്മൾ എല്ലാ വർഷവും അങ്ങനെ മോരും വെള്ളം പിന്നെ ചുക്കുവെള്ളം മാറി മാറി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ അതിൽ പച്ചമുളകും കറിവേപ്പയും ചതച്ചതും പിന്നെ കല്ലുപ്പും കേട്ടോ ചേർത്തിരിക്കണത്. ഫസ്റ്റ് ഞങ്ങളൊക്കെ തന്നെ ടേസ്റ്റ് നോക്കണം. എങ്ങനെയുണ്ട് നോക്കിയതാണ് കേട്ടോ. എല്ലാവരും കുടിക്കുകയാണ്. അപ്പോൾ അത് വല്യമ്മയുടെ മകനാണ് കേട്ടോ. ആറ്റാശ്ശേരിയാണ് അവരുടെ വീട്. പിന്നെ ഞങ്ങളെല്ലാവരും എന്താ വേല വരാൻ സമയമായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം മോരും വെള്ളമൊക്കെ നമ്മൾ പടിക്കൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ചുക്ക് വെള്ളമൊക്കെ
കാരണം കുറേശ്ശെ ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാവശ്യം ഞങ്ങളുടെ പടിക്ക് കൂടെ പോണ വേലയിലുള്ള മെയിൻ ആന തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തറയമ്പൂതിനൊക്കെ പോയി ഇനി കാളവേല വരും കേട്ടോ. അതിന് ശേഷമാണ് ആന വരുന്നത്. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. അപ്പോൾ ഈ തിടമ്പ് എന്താ വെച്ചാൽ നിവർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ ലൈൻ കമ്പി തട്ടിയെങ്കിലും വെച്ചിട്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കണത്. അതിന് അവർ മെയിൻ റോഡ് എത്തിയതിന് ശേഷമാണ് അത് നിവർത്തി വെക്കാറുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ റോട്ടിൽ കൂടെയുള്ള ആനകളൊക്കെ പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി മുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് പോവാണ് കേട്ടോ. അതുകൂടെ ആണെങ്കിൽ ബാക്കി എല്ലാ വിലകളും പോകാറുള്ളത്.
ഭൂതത്താൻ കോട്ടയാണ്. അങ്ങനെ വേലകളൊക്കെ പോയതിനു ശേഷം ഞങ്ങൾ അമ്പലത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.